ബിനിൽ കൂടി ചേരുകയാണ്. ബിനിൽ, ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ആരോപണം ഉന്നയിച്ച വകുപ്പ് മേധാവിയുടെ വീടിന് മുന്നിൽ നിന്നാണ്. അദ്ദേഹം ഈ ഒരു ആരോപണം ഉന്നയിച്ചു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നാൽ പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലാണ് ബിനിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സ്വാതി, നിലവിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടേക്ക് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. പ്രധാനമായ കാര്യം, അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് വൈകാരികമായ പോസ്റ്റാണ്. അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ, ഈ രോഗികളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് അദ്ദേഹം ആ പോസ്റ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ വരിയിലായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ പോസ്റ്റ് വായിച്ച ശേഷം ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും സഹപ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചില്ല. തുടർന്നാണ് പോലീസിൽ അറിയിച്ചത്. ഇവിടേക്ക് ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അദ്ദേഹം വീട്ടിലുണ്ട്. എന്തായാലും കുടുംബസമേതമാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹവുമായി ഇപ്പോൾ പോലീസ് സംസാരിക്കുകയാണ്. അതിനുശേഷം ഒരു പ്രതികരണം നമ്മൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്, ഡോക്ടറുമായി സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ പോസ്റ്റ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊപ്പമുള്ള സഹപ്രവർത്തകർക്കൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ നേരത്തെ മീര പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഈ വകുപ്പ് മേധാവി ആയതിനു ശേഷം ഒരുപാട് പേരെ സാർ എന്ന് വിളിച്ചു ഓച്ചാനിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല മെഡിക്കൽ കോളേജിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളെ വൃക്ക കൊണ്ടുവന്നിട്ട് അത് ഏറ്റുവാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കറ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് താനും തന്റെ സഹപ്രവർത്തകർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് തന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ജൂനിയർ ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാർ തന്നെയാണ് ശക്തി. മാത്രമല്ല ഈ വകുപ്പ് മേധാവിക്ക് ഒരുപാട് ചുമതലകളുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഈ ടൂറുകളോ അത്തരം വിനോദ പരിപാടികൾക്കൊന്നും അധികം താൻ പോകാറില്ല. കാരണം അത്രത്തോളം ജോലി അവിടെയുണ്ട്. ഒരു രോഗിക്ക് പോലും തങ്ങളുടെ സേവനം ലഭ്യമാകാതെ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താൻ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള അവിടെയാണ് ഇങ്ങനെ ഈ ഉപകരണങ്ങളുടെ ഒരു കുറവൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ് താൻ പിൻവലിക്കുന്നു, താൻ തെറ്റുകാരനല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഡോക്ടർ ഇപ്പോൾ അകത്തുണ്ട്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ വരി ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വരിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹപ്രവർത്തകർ പോലീസിനെ അറിയിക്കുകയും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ അദ്ദേഹം അകത്തുണ്ടായിരുന്നു. അദ്ദേഹവുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങൾ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അത്തരം കാര്യങ്ങൾ കാണുമോ കാണില്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത പറഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. സ്വാതി. ശരി ബിനിൽ.